ദൃശ്യം 3 ഇപ്പോൾ സിനിമ കണ്ടു വരുന്ന വഴി വെച്ച് റിവ്യൂ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതിനകത്ത് ഒരു സംഭവം എന്ന് പറയുന്നത്, കാരണം നമ്മൾ ജിത്തു ജോസഫിനെ ഒരു 2-3 പടമായിട്ട് ഭയങ്കരമായിട്ട് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം പുള്ളി വേറെ ഒരുപാട് പേരുടെ സ്ക്രിപ്റ്റിൽ പടം ചെയ്യുമ്പോൾ പുള്ളി ഭയങ്കരമായിട്ട് സീരിയൽ മേക്കിങ്ങിലോട്ട് പോകുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷേ സ്വന്തം സ്ക്രിപ്റ്റിൽ പുള്ളി വരുമ്പോൾ പുള്ളി വേറെ ലെവലാണ്. അതിന് ഈ ഒരു സിനിമ കാണുമ്പോൾ അറിയാൻ പറ്റും. പക്ഷേ പുള്ളിയുടെ മേക്കിംഗ് സ്റ്റൈലോ ആ ഒരു സംഭവമൊന്നും ഒരു ഡിഫറൻറ്റും എനിക്ക് തോന്നിയില്ല. കാരണം ആ ഒരു മെമ്മറീസ് സിനിമയിൽ നമ്മൾ പെട്ടെന്ന് അന്ന് ഞാൻ കണ്ട് എക്സൈറ്റ് ചെയ്തിട്ടുള്ളൊരു ഷോട്ടുണ്ട്, ഒരൊറ്റ ഷോട്ട്, അത് ഇപ്പോഴും ഈ സിനിമയിൽ അതേപോലെ ഉണ്ട്. പക്ഷേ പുള്ളി ഇതിൽ ചെയ്തൊരു മെയിനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, പടം തുടങ്ങി, അതായത് ഫസ്റ്റ് തുടങ്ങുമ്പോൾ പുള്ളി 1ഉം 2വിൻ്റെയും കുറച്ച് വീഡിയോസൊക്കെ കാണിച്ചിട്ട് നമ്മളെ ആ പടത്തിലങ്ങ് ഇന്നാക്കും. പടത്തിൽ ഇന്നാക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ പടത്തിൽ സഞ്ചരിക്കുന്ന ആ കഥാപാത്രത്തിൻ്റെ, അതായത് ജോർജ് കുട്ടിയോടെ ആയിരിക്കും നമ്മൾ സഞ്ചരിക്കുന്നത്. ആ പടത്തിൽ അവരുടെ പ്രശ്നങ്ങളും അവരുടെ രീതികളും അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരുമ്പോൾ ഇൻ്റർവെൽ പെട്ടെന്ന് ഒരു ഇൻ്റർവെൽ പഞ്ച് വരുന്നു. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്താണ് സംഭവിക്കാൻ പോകണമെന്നുള്ളൊരു ചിന്ത, അത് കഴിഞ്ഞ് പടം വേറൊരു രീതിയിലോട്ട് നമ്മളെ കൊണ്ടുപോയിട്ട് ആ ഒരു പടം നമ്മളൊരു നല്ല രീതിയിലാണ് കൊണ്ട് എൻഡ് ചെയ്യിപ്പിക്കുന്നത്. പക്ഷേ ആ എനിക്ക് എൻ്റെ പേഴ്സണൽ അഭിപ്രായം എന്ന് പറയുന്നത്, എനിക്ക് ആ 2വിൽ അല്ലെങ്കിൽ 1ൽ കിട്ടിയ ഒരു ലാസ്റ്റ് ആ ക്ലൈമാക്സ് പഞ്ച് ഇതിൽ കിട്ടിയില്ലെങ്കിലും, പക്ഷേ ഇത് ഭയങ്കരമായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. കാര്യം എന്ന് പറയുന്നത്, ഒരു ഇൻസിഡൻറ്റ് ഓൾറെഡി നമ്മളെ കാണിച്ചു, അത് വീണ്ടും ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടുമായിട്ട് അതിനെ ഇലാബറേറ്റ് ചെയ്ത് കൊണ്ടുവരണമെന്നെങ്കിൽ അത് ഭയങ്കരമായിട്ടുള്ളൊരു കഴിവാണ്. പക്ഷേ ഈ ഒരു പടം ആ ഒരു രീതിയിൽ നമ്മളെ ഒരു നിമിഷം പോലും ബോറടിപ്പിക്കത്തില്ല. ഓരോ ടൈമിൽ നമ്മൾ ആ ഒരു എക്സൈറ്റ് ചെയ്യിപ്പിക്കും. പിന്നെ അതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഫസ്റ്റിലും സെക്കൻഡിലും ഇല്ലാത്ത ഒരു വ്യത്യാസം ഇതിൽ മോഹൻലാൽ ചെയ്യുന്നുണ്ട്, അതായത് ഇതിൽ ജോർജ് കുട്ടി ചെയ്യുന്നുണ്ട്. അത് ഭയങ്കര ഒരു സർപ്രൈസിങ് ആയിട്ട് തോന്നി. എനിക്ക് പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾ പോയി കണ്ടിട്ട് ആ പടത്തിൻ്റെ അഭിപ്രായം പറയുക. പക്ഷേ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വേണ്ടി, ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആണ്. ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട.